Panic disorder. Panic attack is an episode of intense fear or apprehension with a sudden onset. പാനിക് അറ്റാക്കിൻ്റെ സിംറ്റംസ് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഏറ്റവും ശക്തിയിൽ പുറത്തു കാണിക്കും. അവയിൽ കൂടുതലും ഫിസിയോളജിക്കൽ സ്വഭാവത്തിലുള്ളതാണ്. പാനിക് അറ്റാക്ക് തീരെ പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിലാവും സംഭവിക്കുക. DSM-4 നിഷ്കർഷിക്കുന്നത് ഒരാൾക്ക് പാനിക് ഡിസോർഡർ ഡയഗ്നോസിസ് ചെയ്യണമെങ്കിൽ അയാളിൽ അൺഎക്സ്പെക്റ്റഡ് അറ്റാക്സ് ആവർത്തിച്ച് ഉണ്ടാവുകയും അത് ഒരു മാസമെങ്കിലും തുടർന്നു പോവുകയും ചെയ്യണം. ഇനി പറയുന്ന 13 സിംറ്റംസിൽ ചുരുങ്ങിയത് 4 ആ വ്യക്തിയിൽ കണ്ടിരിക്കണം. പാലിപ്പിറ്റേഷൻ ഓർ പൗണ്ടിങ് ഹാർട്ട്, സ്വെറ്റിംഗ്, ട്രബിളിംഗ് ഓർ ഷേക്കിംഗ്, സെൻസേഷൻ ഓഫ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഫീലിംഗ് ഓഫ് ചോക്കിംഗ്, ചെസ്റ്റ് പെയിൻ ഓർ ഡിസ്കംഫർട്ട്, നോസിയ ഓർ അബ്ഡോമിനൽ ഡിസ്ട്രസ്, feeling dizzy, lightened or faint, derealization or depersonalization, fear of losing control or going crazy, fear of dying, paresthesis, chill or hot flushes. ജീവിതത്തിൻ്റെ 3 മുതൽ 5% വരെയുള്ള ഭാഗത്ത് പാനിക് അറ്റാക്ക് കണ്ടുവരുന്നു. കൂടുതലായും സ്ത്രീകളിലാണ് കാണാറ്, അതും 15 മുതൽ 20 വയസ്സ് വരെയുള്ള പ്രായത്തിൽ. അൺറിയലിസ്റ്റിക് ഫിയർ കൂടുതലായും സ്ത്രീകളിൽ കാണുന്നു. കോസസ് ഓഫ് പാനിക് ഡിസോർഡർ. ബയോളജിക്കൽ ഫാക്ടേഴ്സ്. നമ്പർ 1, ജനറ്റിക് ഫാക്ടേഴ്സ്. കുടുംബത്തിലുള്ളവർക്ക് പാനിക് ഡിസോർഡർ പരസ്പരം ഉണ്ടാവാമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഫ്രാറ്റേണൽ ട്വിൻസിനേക്കാളും ഐഡൻറ്റിക്കൽ ട്വിൻസിന് പരസ്പരം പാനിക് ഡിസോർഡർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. പാനിക് ഡിസോർഡറിന് കാരണമായി സ്പെസിഫിക് ജീൻ കണ്ടെത്തിയില്ലെങ്കിലും അങ്ങനെ ഒന്ന് ഉണ്ടെന്നതിന് തെളിവുണ്ട്. നമ്പർ 2, ബ്രെയിൻ ആൻഡ് ബയോകെമിക്കൽ അബ്നോർമാലിറ്റീസ്. നോർമൽ പീപ്പിളിൽ നിന്നും ന്യൂറോബയോളജിക്കൽ വ്യത്യാസം പാനിക് ഡിസോർഡർ ഉള്ളവർക്കുണ്ട്. പാനിക് പ്രൊവോക്കേഷൻ ഏജൻസായി കണക്കാക്കുന്ന സബ്സ്റ്റൻസ് ആണ് സോഡിയം ലാക്റ്റേറ്റ്, കാർബൺ ഡയോക്സൈഡ്, കാഫീൻ എക്സെട്ര. Some of the brain mechanisms implicated in panic attack are the increases activity in the hippocampus and locus coeruleus. The amygdala is critically important in fear reaction. Abnormal sensitivity in this region may cause repeated anxiety attacks. Increased noradrenergic activity stimulates cardiac problems by enhancing heart rate and breathing problems. It has also been suggested that people with panic disorder may have abnormalities in their benzodiazepine receptors, which help in anxiety reduction. Psychological factors. Number 1, learning factor. ലേണിംഗ് തിയറീസ് വിശദീകരിക്കുന്നത് പാനിക് അറ്റാക്ക് ഒരു ലേൺഡ് ഫിനോമിന ആണെന്നാണ്. കണ്ടീഷൻ ചെയ്തു വെച്ച സ്റ്റിമുലൈക്കുള്ള റെസ്പോൺസ് ആയിട്ടാണ്. നമ്പർ 2, കോഗ്നിറ്റീവ് ഫാക്ടർ. The cognitive approach to panic attack focuses on the interpretation of bodily sensation and external cues that may trigger the attack. Treatment of panic disorder. പാനിക് ഡിസോർഡർ ട്രീറ്റ് ചെയ്യാൻ ഫാർമക്കോളജി അല്ലെങ്കിൽ സൈക്കോതെറാപ്പി, അതുമല്ലെങ്കിൽ രണ്ടിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്യാറുണ്ട്. സാധാരണ പാനിക് അറ്റാക്ക് മാറ്റാൻ ബെൻസോഡൈസെപിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിൽ നിന്നുള്ള ട്രാൻക്വിലൈസേഴ്സ് ആണ് ഉപയോഗിക്കാറ്. പക്ഷേ ഇത് അഡിക്റ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. ആൻറ്റി ഡിപ്രസൻസ് ആയ ട്രൈസൈക്ലിക്സ്, SSRI ഇവയും ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻക്വിലൈസേഴ്സിനെ പോലെ പെട്ടെന്ന് പാനിക് ഡിസോർഡർ ഹാൻഡിൽ ചെയ്യാൻ SSRIക്ക് കഴിയില്ലെങ്കിലും അഡിക്ഷൻ ഇല്ലാത്തതും ലോങ് ടേം റിസൾട്ട് ലഭിക്കുന്നതുമാണ് SSRI. സൈക്കോതെറാപ്പി പാനിക് ഡിസോർഡർ ഡീൽ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ റിലാക്സേഷൻ ടെക്നിക്കും ബ്രീത്തിങ് എക്സസൈസുമാണ് ഉപയോഗിക്കുന്നത്. മസിൽ റിലാക്സ് ആവുമ്പോൾ ബോഡി റിലാക്സ് ആവുന്നു. ബ്രീത്ത് കൺട്രോൾ ചെയ്യുമ്പോൾ ഭയവും അണ്ടർ കൺട്രോൾ ആവുന്നു. ഇതുകൂടാതെ CBTയും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്നു തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്തു വെക്കുക. യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവും ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ഹാവ് എ നൈസ്